PSC പഠിച്ചു തുടങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത് SCRT പഠിക്കുക എന്ന് പറയുന്നത് PSCയിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. അതായത് SCRT പഠിച്ച് എങ്ങനെയെങ്കിലും SCRT ഒന്ന് ആദ്യം തീർത്തിട്ട് വേണം കയ്യിലുള്ള വലിയ റാങ്ക് ഫയലുകൾ പഠിക്കാൻ എന്ന് വിചാരിച്ചിരിക്കുന്നവരോടാണ്. ഈ SCRT എന്ന് പറയുന്നതാണ് PSCയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പഠിക്കുന്നതിന് വേണ്ടി SCRTയുടെ ടെക്സ്റ്റ് തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് SCRTയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് പഴയ ടെക്സ്റ്റ് വാങ്ങി പഠിക്കുകയോ ചെയ്യാം. അതിന് പകരം SCRTയുടെ പോയിൻറ്റ്സ്, ഫാക്ട്സ്, SCRT ടെക്സ്റ്റ് ബുക്ക് പോയിൻറ്റ്സ് എന്നെല്ലാം പറഞ്ഞ് ബദൽ സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. അതെല്ലാം ഏറ്റവും എളുപ്പത്തിൽ SCRT തീർക്കുന്നതിന് വേണ്ടി അതെല്ലാം വാങ്ങി പഠിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് SCRTയുടെ ടെക്സ്റ്റ് വാങ്ങി, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ആ ടെക്സ്റ്റിലെ മുഴുവൻ കാര്യങ്ങളും വായിച്ചു നോക്കുന്നതാണ്. ഒരു SCRT ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജിൽ ഒരു 25 മുതൽ 30 വരെയുള്ള ലൈൻസ് ഉണ്ടാകും. അതിൽ തന്നെ ഒരു 15 മുതൽ 20 ലൈൻസ് മാത്രമായിരിക്കും ഈ പുസ്തകങ്ങളിൽ, ഈ വിപണിയിൽ ഇറക്കുന്ന SCRT പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിറക്കുന്ന പുസ്തകങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതി നമ്മൾ സ്കിപ്പാക്കി കളയുന്ന പല പോയിൻറ്റ്സുകളിൽ നിന്നുമാണ് SCRTയുടെ പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് തന്നെ മിക്കവാറും PSCയിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആകാറുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിലെ പോയിൻറ്റ്സുകൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ റിവിഷനും കൂടുതൽ സഹായകരമാകും. സമയം കളയുന്നില്ല, നമുക്ക് ഒരുമിച്ച് പഠിക്കാം ന്യൂ SCRT. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കണ്ടത് ക്ലാസ് 6 സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിലെ 6 പാഠങ്ങളാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇന്ന് 7ാമത്തെ ചാപ്റ്ററായ കൃഷിയിൽ നിന്നും വ്യവസായത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററുകളിലെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടും അക്കാലം വന്നു പിറന്നിതു ചെന്നിണ മൂലം വാളു കണക്കൊരു തീനാളം. കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പ് കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി. ഇതേതാണ്? കവിത. പന്തങ്ങൾ എന്ന കവിതയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ്. പന്തങ്ങൾ എന്ന കവിത എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. പന്തങ്ങൾ എന്ന കവിത എഴുതിയത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. പന്തങ്ങൾ എന്ന കവിത വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതയാണ്. മനുഷ്യർ തങ്ങളുടെ ചുറ്റുപാടിനെ രൂപപ്പെടുത്തി കൃഷി ആരംഭിച്ചതിനെക്കുറിച്ചാണ് വൈലോപ്പിള്ളി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. കൃഷിയുടെ ആരംഭത്തെക്കുറിച്ചും ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റങ്ങളെക്കുറിച്ചും മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭൂമി, മനുഷ്യാധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കാർഷികോൽപാദനത്തിനായി മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു. കാലക്രമേണ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കി. ഇത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. എന്തെല്ലാണ്? ആദ്യകാലത്ത് ഭൂമിയും മനുഷ്യാധ്വാനവും, ഈ 2 ഘടകങ്ങളായിരുന്നു കാർഷിക ഉൽപാദനത്തിന് ഉപയോഗിച്ചിരുന്നത്. ഭൂമിയും മനുഷ്യാധ്വാനവും. അന്ന് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു. കാരണം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനൊക്കെ വേണ്ടി കൂടുതൽ അധ്വാനം അന്ന് വേണ്ടിയിരുന്നു. പിന്നീട് ആയുധങ്ങൾ, ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തം, ഇരുമ്പിൽ നിന്ന് മൂർച്ചയേറിയ ആയുധങ്ങളുടെ കണ്ടുപിടുത്തം, ഇതെല്ലാം ആയപ്പോൾ കൂടുതൽ ഈസി ആയിട്ട് എന്തായി, കൃഷിയിടങ്ങളൊക്കെ കണ്ടെത്താൻ സാധിച്ചു. കൂടുതൽ സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കാൻ സാധിക്കുകയും ചെയ്തു. ഇത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. കൃഷി വ്യാപിക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ. വ്യാപാരത്തിൻ്റെ തുടക്കം. ഇതിൽ 4 ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കുട്ടി ഈ ചിത്രങ്ങൾ നോക്കി നിൽക്കുകയാണ്. അതിലൊന്നാമത്തെ ചിത്രം ഇതാണ്: ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം. രണ്ടാമത്തെ കൃഷിയുടെ വ്യാപനം, സാധനങ്ങളുടെ കൈമാറ്റം, സാധനങ്ങളുടെ വിപണനം. ഇത് കാലക്രമത്തിനനുസരിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഓർഡർ. ആദ്യം എന്തായിരിക്കും? ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി ആയുധങ്ങൾ, ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചു തുടങ്ങി. അങ്ങനെ ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കുന്നതിൻ്റെ ഫലമായിട്ട് കൃഷി വ്യാപിച്ചു. കൃഷി വ്യാപിക്കുമ്പോൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ തുടങ്ങും. അതിനുവേണ്ടി
വിപണി കണ്ടെത്തും, അതായത് സാധനങ്ങളുടെ വിപണനം. കൃഷി വ്യാപകമായതോടെ ഉൽപാദനം വർദ്ധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴിതെളിക്കുകയും ചെയ്തു. കൃഷി വ്യാപകമായതോടെ ഉൽപാദനം വർദ്ധിച്ചു, മിച്ച ഉൽപാദനത്തിന് വഴിതെളിക്കുകയും ചെയ്തു. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെച്ചു. കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല, ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സമ്പ്രദായം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബാർട്ടർ സമ്പ്രദായം എന്ന പേരിലാണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത്. ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമാണ് ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത്. തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു. ക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു തുടങ്ങി. കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ. പിന്നീട് ഈ സാധനങ്ങൾക്ക് പകരം ഉപയോഗിച്ചു തുടങ്ങും? ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും തീർത്ത നാണയങ്ങൾ ഉപയോഗിച്ചു തുടങ്ങും. സാധനങ്ങൾ വാങ്ങുന്നു, നാണയങ്ങൾ നൽകുന്നു. ഇതിൽ കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവയ്ക്കായിരുന്നു ഏറ്റവും ഡിമാൻഡ് കൂടുതൽ. വ്യാപാരം. പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം എന്ന് പറയുന്നത്. പ്രതിഫലം ഈടാക്കിക്കൊണ്ട് സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം എന്ന് പറയുന്നത്. സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു. വിദേശ വ്യാപാരം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കി. വിദേശവുമായിട്ടുള്ള വ്യാപാരം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കി. ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുമുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാതയാണ് സിൽക്ക് റൂട്ട്. പട്ടുപാത നിലനിർത്തിയിരുന്ന പാതയാണ് സിൽക്ക് റൂട്ട്, പട്ടുപാത എന്ന് അറിയപ്പെടുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുമുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാതയാണ് സിൽക്ക് റൂട്ട്. ആ വ്യാപാര പാതയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി ആദ്യം കൃഷിയുടെ വ്യാപനം. കൃഷി വ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മിച്ചം ഉണ്ടാകും. മിച്ചോൽപാദനം വരുമ്പോൾ അത് സംഭരിക്കും. ഉൽപ്പന്നങ്ങൾ സംഭരണം തുടങ്ങി. ഉൽപ്പന്നങ്ങളുടെ സംഭരണം എന്താക്കി? ഉൽപ്പന്ന കൈമാറ്റത്തിലേക്ക് മാറി. സംഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പന്ന കൈമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തുണ്ടായി? ചന്തകളും അങ്ങാടികളും രൂപപ്പെട്ടു. ഇത് കച്ചവട കേന്ദ്രങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വികസനം വന്നു. കൃഷിയുടെ വ്യാപനം ഉണ്ടായി. കൃഷിയുടെ വ്യാപനത്തിൽ നിന്ന് മിച്ചോൽപാദനം വന്നപ്പോൾ ഉൽപ്പന്നങ്ങൾ സംഭരണം തുടങ്ങി. ഉൽപ്പന്നങ്ങൾ സംഭരണത്തിലൂടെ അത് ഉൽപ്പന്ന കൈമാറ്റത്തിലെത്തി. ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ചന്തകളും അങ്ങാടികളും വന്നു. അത് പിന്നീട് ഈ ചന്തകളും അങ്ങാടികളും പിന്നീട് എന്തായി? കച്ചവട കേന്ദ്രങ്ങളും വലിയ നഗരങ്ങളുമായി മാറി. സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷിയിൽ നിന്നും വ്യാപാരത്തിലേക്കുള്ള വളർച്ച ചർച്ച ചെയ്തു. കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് വരുമാനം ലക്ഷ്യം വെച്ചുള്ളതായി മാറി. ഇവിടെ അർത്ഥശാസ്ത്രം, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ നിന്നെടുത്ത ഒരു ഭാഗം. അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു. ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ അഭാവം, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടന്നില്ലെങ്കിൽ ഗുരുതരമായ ഒരു ദുരിതം വരും.
ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു. അർത്ഥശാസ്ത്രം കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലെ ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു കൗടില്യൻ. ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു കൗടില്യൻ. ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നിർണ്ണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ? വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത്. ഉൽപാദനം നടന്നാൽ മാത്രമേ എന്തുണ്ടാകൂ? വരുമാനം ലഭ്യമാവുകയുള്ളൂ. വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളെല്ലാം എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെ വരുമാനം ലഭ്യമാകുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. തേയില നുള്ളുന്നത്, അത് ഒരു ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്യുന്നത്, പിന്നീട് അത് ടീ പാക്കറ്റായിട്ട് മാറ്റുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പാനീയങ്ങളിലൊന്നാണല്ലോ ചായ. ചായ ഉണ്ടാക്കുന്നതിന് തേയില ആവശ്യമാണ്. തേയില എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത്? തേയില ചെടികളിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുന്നു. അവ ഫാക്ടറിയിലെത്തിച്ച് സംസ്കരിച്ച് തേയില പൊടിയാക്കി മാറ്റുന്നു. ഈ തേയില പൊടി കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടകളിൽ എത്തിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ്? തേയിലച്ചെടിയിൽ നിന്ന് ആദ്യം ഇല നുള്ളിയെടുക്കുന്നു, ഫാക്ടറിയിൽ എത്തിക്കുന്നു, അവിടെ സംസ്കരിച്ച് തേയില പൊടിയാക്കി മാറ്റുന്നു, പിന്നീട് അത് കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടകളിലെത്തുന്നു, അവിടെ നിന്ന് വാങ്ങി നമ്മുടെ വീടുകളിൽ എത്തിക്കുന്നു. തേയിലത്തോട്ടങ്ങളിൽ നിന്നും തേയില നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. കാരണം വരുമാനം ഉണ്ടാകുന്നുണ്ട്. തേയിലച്ചെടിയിൽ നിന്നുള്ളുന്ന തൊഴിലാളികൾക്ക് വരുമാനം ഉണ്ടാകുന്നു. അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. ഫാക്ടറിയിൽ എത്തിച്ച് അവിടെ നിന്ന് തേയിലപ്പൊടിയാക്കി മാറ്റുമ്പോൾ അവിടെയുള്ള തൊഴിലാളികൾക്കും അതിൻ്റെ ആ ഫാക്ടറിയുടെ ഓണർക്കും അതിൻ്റേതായ വരുമാനം കിട്ടുന്നു. അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. ഇത് കവറുകളിലാക്കുന്നത് മറ്റൊരു സ്ഥലത്താണെങ്കിൽ അവിടെയുള്ളവർക്ക് വരുമാനം ലഭിക്കുന്നു. അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് അതൊരു വരുമാനമാണ്. അത് അടുത്ത കടകളിൽ എത്തിച്ച് ആ കടകളിൽ വിൽക്കുമ്പോൾ അത് അവർക്കൊരു വരുമാനമാണ്. അപ്പോൾ ഇതെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതായത് തേയിലത്തോട്ടത്തിൽ നിന്നും തേയില നമ്മുടെ വീടുകളിൽ എത്തുന്നത് വരെ, കൈകളിൽ എത്തുന്നത് വരെ നടക്കുന്നതെല്ലാം എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളെ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് 3 തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. 3 മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം. എങ്ങനെയാണ്? ഒന്നാമത്തത് പ്രാഥമിക മേഖല, 2 ദ്വിതീയ മേഖല, 3 തൃതീയ മേഖല. ഒരുപാട് എക്സാമിന് നമ്മൾ കണ്ടേക്കുന്നതാണ് PYQയിലൊക്കെ. വെരി വെരി ഇമ്പോർട്ടൻ്റ്. പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി, അതാണ് ഇവിടെ പ്രാഥമിക മേഖലയിൽ നടക്കുന്നത്. കൃഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല എന്നറിയപ്പെടുന്നത്. ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ടാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കൃഷി കാർഷിക മേഖലയാണെന്ന് പറയാൻ കാരണം തന്നെ അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കൃഷിയാണ് കൂടുതലും പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അത് കാർഷിക മേഖല. അതുകൊണ്ട് കൃഷി പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. വനപരിപാലനം എന്താണ്? പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ഖനനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിലുള്ളതാണ്. മത്സ്യബന്ധനം ഇതെല്ലാം എന്താണ്? ഖനനം, മത്സ്യബന്ധനം, വനം, കൃഷി ഇതെല്ലാം പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ഓക്കെ, അതായത് എന്താണ്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി വരുമാനം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ വരുമാന മാർഗങ്ങളെല്ലാം എന്താണ്? ഈ വരുമാന മാർഗങ്ങളെല്ലാം പ്രാഥമിക മേഖലയിൽ പെടുന്നതാണ്. അടുത്തതാണ് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അത് നടക്കുകയാണെങ്കിൽ ആ ഭാഗം അങ്ങനെ വരുമാനം നേടുന്നത് ദ്വിതീയ മേഖലയിലാണ്.
അതായത് വ്യവസായത്തിന് പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് എന്ത്? വ്യവസായിക മേഖല എന്നറിയപ്പെടുന്നു. ഈ മേഖല വ്യവസായിക മേഖല. അപ്പോൾ ഏത് മേഖലയാണ് കാർഷിക മേഖല? പ്രാഥമിക മേഖലയാണോ, ദ്വിതീയ മേഖലയാണോ, തൃതീയ മേഖലയാണോ? പ്രാഥമിക മേഖലയാണ്. വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. ഇനി അതിൽ പെടുന്ന ഉദാഹരണങ്ങൾ നോക്കാം. വൈദ്യുതി ഉൽപ്പാദനം. അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്ന്? ജലത്തിൽ നിന്ന്. ജലം എന്ന് പറയുന്നത് ഏതിൽ പെടുന്നതാണ്? പ്രാഥമിക മേഖലയിൽ നിന്ന് പെടുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കുന്നു? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അതെന്തായി? ദ്വിതീയ മേഖലയായി. ടെക്സ്റ്റൈൽസ് വ്യവസായം, അതായത് എന്താണ്? തുണികളുടെ ഉൽപ്പാദനം. അതായത് തുണികളുടെ ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ അത് പട്ടുനൂൽപ്പുഴുക്കളിൽ നിന്നും പട്ടൊക്കെ എടുത്ത് അങ്ങനെ, അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്നു. ആ പ്രാഥമിക മേഖലയുടെ അസംസ്കൃത വസ്തുക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തുണികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതെന്തായി? ദ്വിതീയ മേഖലയിൽപ്പെടുന്നു. കെട്ടിട നിർമ്മാണം. മണ്ണ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിക്കുമ്പോൾ അത് ദ്വിതീയ മേഖലയിൽപ്പെടുന്നു. അടുത്തത് തൃതീയ മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിതരണം ചെയ്യുക, അതിനോടൊപ്പം തന്നെ എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. എന്താണ്? സേവന പ്രവർത്തനങ്ങളെല്ലാം. കൂടാതെ പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സംഭരണത്തിനും വിതരണത്തിനും വേണ്ടി ഉപയോഗിക്കുന്നതെല്ലാം തൃതീയ മേഖലയിൽ പെടും. കൂടാതെ എല്ലാ സേവന പ്രവർത്തനങ്ങളും തൃതീയ മേഖലയിലാണ് പെടുന്നത്. അതായത് നോക്കി, അതുകൊണ്ട് തന്നെ ഈ മേഖല അറിയപ്പെടുന്നത് സേവന മേഖല എന്നാണ്. അപ്പോൾ ബാങ്കിങ് എന്ന് പറയുന്നത് അതൊരു സേവന മേഖലയാണ്. ആരോഗ്യരംഗം, ഡോക്ടേഴ്സ്, നഴ്സസ്, അതൊക്കെ എന്താണ്? സേവന മേഖലയാണ്. വാർത്താവിനിമയം എന്ന് പറയുന്നത് ഒരു സേവന മേഖലയാണ്. പിന്നെ വാഹനങ്ങൾ, ഇത് ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്തുക, വിതരണം നടത്തുക. അപ്പോൾ ഇത് വിതരണം നടത്തണമെങ്കിൽ ഈ വാഹനങ്ങൾ ഓടുമ്പോൾ അതെന്തായി? തൃതീയ മേഖലയിലായി. അപ്പോൾ ഇതിൻ്റെ എല്ലാം വിതരണവും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതുമെല്ലാം തൃതീയ മേഖലയിലാണ് പെടുന്നത്. കൂടാതെ സേവന മേഖലകൾ, ആരോഗ്യരംഗം, ബാങ്കിങ്, വാർത്താവിനിമയമെല്ലാം. ഇനി അടുത്ത പേജിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഈ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ഏത് മേഖലയിൽ പെടുന്നു എന്ന് താഴെ ഒരു പട്ടികയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചത് തന്നെയാണ്, നമുക്കൊന്ന് നോക്കാം. ഓർമ്മയുണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിച്ച് കണ്ടെത്തി നോക്കാം. ഖനനം നടത്തുന്ന ഒരു ഫോട്ടോയാണ്. ഇവിടെ ഒരു JCB വന്ന് മണ്ണെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് മേഖലയിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ഏത് മേഖലയാണ്? ഖനനം എന്ന് പറയുന്നത് പ്രകൃതി വിഭവമാണ്, നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത് പ്രാഥമിക മേഖല. മത്സ്യബന്ധനം, മീൻ പിടിക്കുന്ന ഒരു ചിത്രം. അപ്പോൾ ഇതേതാണ്? മത്സ്യബന്ധനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖല. ആരോഗ്യരംഗം, അതൊരു സേവനമാണ്, സേവന മേഖലയിൽ പെടുന്നതാണ് തൃതീയ മേഖല. വ്യവസായ മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ്? ദ്വിതീയ മേഖലയാണ്. കെട്ടിടം നിർമ്മിക്കുന്നത് ദ്വിതീയ മേഖലയാണ്. കൃഷി എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയാണ്. അടുത്തത് വൈദ്യുതി ഉൽപ്പാദനം ദ്വിതീയ മേഖലയാണ്. വാർത്താവിനിമയം സേവന മേഖലയിൽ പെടുന്നതാണ്, തൃതീയ മേഖല. ബാങ്കിങ് സേവന മേഖലയിൽ പെടുന്നതാണ്, തൃതീയ മേഖല. അപ്പോൾ അത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓർത്തിരിക്കുക ഏതൊക്കെയാണ് എക്സാമ്പിൾ തന്നിട്ട് ഇത് പ്രാഥമിക മേഖലയാണോ, ദ്വിതീയ മേഖലയാണോ, തൃതീയ മേഖലയാണോ എന്ന് ചോദിക്കാറുണ്ട്. PYQ ക്വസ്റ്റ്യൻസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അടുത്തത് വ്യവസായങ്ങളുടെ വളർച്ച. ഇവിടെ ഒരു ആത്മകഥ കൊടുത്തിട്ടുണ്ട്. റബ്ബർ ചെരുപ്പിൻ്റെ ആത്മകഥയാണ്. ഞാൻ പെട്ടെന്ന് കുറച്ച് സ്പീഡിന് വായിക്കാം. മഴ നനഞ്ഞ് മഞ്ഞണിഞ്ഞ് വെയിലേറ്റ് മലഞ്ചെരുവിൽ നിന്ന റബ്ബർ മരത്തിലെ പാലായിട്ടാണ് ഞാൻ ആദ്യം രൂപപ്പെട്ടത്. എന്നെ ശേഖരിച്ച് ആസിഡ് കലർത്തി ഷീറ്റ് രൂപത്തിലാക്കി. ഉണക്കിയെടുത്ത ഷീറ്റ് വാൽക്കനൈസേഷൻ പ്രക്രിയയിലൂടെ കട്ടിയുള്ളതാക്കി. ചെരുപ്പിൻ്റെ കനമുള്ള അച്ചുപയോഗിച്ച് അമർത്തിയപ്പോൾ ഞാൻ കൂടുതൽ ബലമുള്ളതായി. ചുറ്റികയുടെ നാദവും തുകലിൻ്റെയും റബ്ബർ ഷീറ്റിൻ്റെയും ഗന്ധമുള്ള തൊഴിൽശാലയിൽ വെച്ച് ഞാൻ ചെരുപ്പ് രൂപത്തിലായി. എന്നെ കൂടുതൽ
എന്നെ കൂടുതൽ മോടി വരുത്തി വിപണിയിലേക്ക് കയറ്റിവിട്ടു. വിപണിയിൽ വെച്ചാണ് ഞാൻ മനുഷ്യരുമായി ചങ്ങാത്തം കൂടിയത്. പലപ്പോഴും പലരുടെയും ജീവിതയാത്രയുടെ ഭാഗമായി. നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ, ശാന്തമായ ഗ്രാമങ്ങളിൽ, മലമ്പാതകളിൽ, തൊഴിൽശാലകളിൽ എല്ലാം എൻ്റെ ഉടമയുടെ പാദവും പേറി ഞാൻ സഞ്ചരിച്ചു. റബ്ബർ ചെരുപ്പ്. അപ്പോൾ അത് റബ്ബർ ചെരുപ്പിൻ്റെ ഒരു ആത്മകഥ പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ്, റബ്ബർ പാലിൽ നിന്ന് റബ്ബർ പാൽ ശേഖരിച്ച് ആസിഡ് കലർത്തി വൾക്കനൈസേഷൻ പ്രോസസ്സിലൂടെ കട്ടിയുള്ളതാക്കുന്നു, പിന്നീട് അച്ച് ഉപയോഗിച്ച് ബലമുള്ളതാക്കുന്നു, പിന്നെ ചുറ്റിക, തുകൽ ഇതെല്ലാം ഉപയോഗപ്പെടുത്തി ഒരു ചെരുപ്പ് ഫോം ചെയ്യുന്നു. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത്. കാലക്രമേണ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇത് പരുത്തി, ചണം തുടങ്ങിയ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി. കാരണം ഇതൊക്കെ എന്തിൻ്റെ ടെക്സ്റ്റൈൽസിൻ്റെ ബിസിനസ്സിനൊക്കെ പരുത്തി, ചണമൊക്കെ വേണ്ടി വന്നു. അപ്പോൾ അത് വ്യവസായ മേഖലയാണ്. അപ്പോൾ ആദ്യകാലത്ത് കൃഷിക്കായിരുന്നു പ്രാധാന്യം. നെല്ല്, ഗോതമ്പൊക്കെ കൃഷി ചെയ്തിരുന്നിടത്ത് പിന്നീട് വ്യവസായ മേഖലകളിലേക്കൊക്കെ വളർച്ച വന്നപ്പോൾ എന്തും കൂടെ ചെയ്തു തുടങ്ങി. അതിനോടൊപ്പം പരുത്തി, ചണം പോലുള്ള കാർഷിക വിളകളും കൂടെ വ്യാപിക്കാൻ തുടങ്ങി. പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് വ്യവസായ മേഖല വളർന്നു. ഈ പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കളും ചേർന്നിട്ട് തന്നെയാണ് വ്യവസായ മേഖല വളർന്നത്. ഇവിടെ താഴെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മുളയിൽ നിന്ന് എന്തുണ്ടാക്കുന്നു? പേപ്പർ റോളുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ പേപ്പർ റോളുകൾ എന്താക്കി മാറ്റുന്നുണ്ട്? നോട്ട്ബുക്കുകളായിട്ട് വ്യവസായം ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ട്ബുക്ക് വ്യവസായത്തിന് വേണ്ടി മുളയിൽ നിന്ന്, അപ്പോൾ പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് തന്നെ വ്യവസായ മേഖല വളരുന്നു. ഇനി ഇവിടെ വേറൊരെണ്ണം, റബ്ബർ പാലിൽ നിന്ന് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കി അതെന്താക്കുന്നു? ടയർ ഉണ്ടാക്കുന്നു. അപ്പോൾ പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് എന്തായി? വ്യവസായ മേഖല വളരുന്നു. ഇവിടെ കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ പ്രാഥമിക, ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത് ആരാണ്? തൃതീയ മേഖലയാണ്. അതുകൊണ്ട് ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 3 മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഉൽപാദനം സാധ്യമാകുന്നത്. ഇങ്ങനെയാണ് പ്രാഥമിക, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ 3 മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഉൽപാദനം സാധ്യമാകുന്നത്. അപ്പോൾ ഉൽപാദനമാണ് എന്തെന്ന് പറയുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഉൽപാദനം നടക്കുകയെന്നുള്ളതാണ്. അപ്പോൾ ഈ ഉൽപാദനം നടക്കണമെങ്കിൽ എന്താണ്? ഈ 3 മേഖലകളിലും എന്ത് നടക്കണം? സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കണം. പ്രാഥമിക മേഖലയിലും, ദ്വിതീയ മേഖലയിലും, തൃതീയ മേഖലയിലും സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടന്നാലാണ് എന്ത് സാധ്യമാകുന്നത്? ഉൽപാദനം സാധ്യമാകുന്നത്. അപ്പോൾ ഉൽപാദനവും ഉൽപാദന ഘടകങ്ങളും എന്താണെന്ന് നോക്കാം. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയ. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഉൽപാദനം നടക്കുന്നത്. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഉൽപാദനത്തിന്. അപ്പോൾ ഏതൊക്കെ ഘടകങ്ങളെന്ന് നമുക്ക് നോക്കാം. ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണത്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. അപ്പോൾ ഇവയാണ് ഉൽപാദന ഘടകങ്ങൾ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇവ ഓരോന്നും വിശദമാക്കാം. അപ്പോൾ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് ഓരോന്നും എന്താണെന്ന് പറയാം. ഭൂമി എന്താണെന്ന് പറയാം. ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിലെന്തും കൂടെ വരുന്നുണ്ട്? സൂര്യപ്രകാശം, വായു, ജലം. ഭൂമി എന്ന് പറയുമ്പോൾ മണ്ണെന്നല്ല ഉദ്ദേശിക്കുന്നത്. സൂര്യപ്രകാശമുണ്ട്, വായുവുണ്ട്, ജലമുണ്ട്. മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ ഇവയെല്ലാമാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ഭൂമി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്.
ഭൂമിയുടെ ഉപരിതലം, അതായത് എന്താണ് ഉൽപാദന ഘടകങ്ങളിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നതിൽ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനമാണുള്ളത്. അതിൽ ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ, ഇവയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് ഉൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നത്? ഭൂമിയുടെ ഉപരിതലം ഉപയോഗിക്കാം, ഭൗമ അന്തരീക്ഷം ഉപയോഗിക്കാം, ഭൂമിയുടെ അന്തർഭാഗം ഉപയോഗിക്കാം. കാരണം എന്താ? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കിട്ടുന്ന എന്തെല്ലാമാണ്? വായു കിട്ടാം, ജലം കിട്ടാം, സൂര്യപ്രകാശം കിട്ടാം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കിട്ടുന്നത് മണ്ണ് കിട്ടും. ഭൗമാന്തരീക്ഷത്തിൽ നിന്നാണ് ജലം, വായു, സൂര്യപ്രകാശം കിട്ടുന്നത്. ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്ന് ഖനനം ചെയ്ത ധാതുക്കൾ കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാമാണ് എന്തിനു വേണ്ടി? ഭൂമിയുടെ ഈ പ്രകൃതി വിഭവങ്ങളുടെ ഉൽപ്പാദനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഭൂമിയുടെ ഭാഗങ്ങൾ. ഉപരിതലം, ഭൗമാന്തരീക്ഷം, പിന്നീട് ഭൂമിയുടെ അന്തർഭാഗം. അപ്പോൾ ഇത് മൂന്നും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നോക്കാം. ഭൂമി: കൽക്കരി, ജലം, പാറ, മണ്ണ്, വനവിഭവം, കാറ്റ് അല്ലെങ്കിൽ കാറ്റാടി യന്ത്രം. അപ്പോൾ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്, നോക്കാം. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നവ കൂടാതെ മറ്റേതെല്ലാം പ്രകൃതി വിഭവങ്ങൾ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി എവിടെ നിന്നാണ്? ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. ജലം ഭൂമിയുടെ ഉപരിതലം, പാറ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്, മണ്ണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്, വനവിഭവം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്, കാറ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന്. അപ്പോൾ ഇത് കൂടാതെ ഇതെവിടെ നിന്നാണ്? ഈ പ്രകൃതി വിഭവങ്ങളെല്ലാം ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളാണ് ഇതെല്ലാം. കൽക്കരി, ജലം, പാറ, മണ്ണ്, വനവിഭവം, കാറ്റ്. ഇത് കൂടാതെ എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പെട്രോളിയം, ലോഹങ്ങൾ, പിന്നെ തിരമാലകൾ. പെട്രോളിയം, ലോഹങ്ങൾ, തിരമാലകൾ. പിന്നെ വേലികൾ. ഇതെല്ലാം ഈ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്നുണ്ട്. തിരമാലകളും വേലികളും പെട്രോളിയം, ലോഹങ്ങളെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഉൽപ്പാദനം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളാണ്. അപ്പോൾ കുറച്ച് അപ്പുറം പറഞ്ഞിട്ടുണ്ട്. കൽക്കരി, ജലം, പാറ, പിന്നെ പറഞ്ഞിരിക്കുന്നത്? കൽക്കരി, ജലം, പാറ, മണ്ണ്, വനവിഭവം, കാറ്റാടി യന്ത്രം. ഇനി അടുത്തത് ഭൂമി കഴിഞ്ഞു. ഇനി അടുത്ത തൊഴിലിനെ കുറിച്ചാണ്. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ഇത്രയാണ് ഘടകങ്ങൾ. അതിൽ ഭൂമി പറഞ്ഞു. ഇനി തൊഴിൽ. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത്. തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത്. കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു. ഈ അധ്വാനശേഷി എന്ന് പറയുന്നത് കൈകാലുകളുടെ അധ്വാനം മാത്രമാണോ? അതായത് കായികമായ അധ്വാനം മാത്രമല്ല, ബുദ്ധിപരമായ അധ്വാനം കൂടിയാണ്. ബുദ്ധിപരവും കായികവുമായ ശേഷി ഉപയോഗിച്ച് ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നുണ്ട്. ഇതിൽ നിന്നും കിട്ടുന്നത് പ്രതിഫലമാണ്. പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായി പരിഗണിക്കുന്നത്. പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെല്ലാം തൊഴിലാളികൾ. നിങ്ങളുടെ പരിസരത്ത് വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പരിചയപ്പെട്ടിട്ടില്ലേ? അതിൻ്റെ സവിശേഷതകൾ അതാവശ്യമില്ല. അടുത്തത് മൂലധനം എന്നതാണ്. അപ്പോൾ തൊഴിൽ തൊഴിലാളികൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്രതിഫലം കിട്ടുന്നവരാണ് തൊഴിൽ എന്ന് പറയുന്നത്. അത് ബുദ്ധി ഉപയോഗിച്ചോ കായികമായിട്ടോ അധ്വാനം ചെയ്യുന്നവർ, അതാരാണോ അങ്ങനെ ആ ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? തൊഴിലെന്ന് പറയുന്നത്. പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെ തൊഴിലാളികൾ എന്ന് പറയുന്നു. ഇനി അടുത്ത മൂലധനം എന്താണെന്ന് നോക്കാം. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ്. നമുക്കറിയാം, സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം എന്ന് പറയുന്നത്. എന്തിനേക്കാണ്? സമ്പത്ത്, ഉപയോഗിക്കുന്ന സമ്പത്ത്, പിന്നെ വിഭവങ്ങൾ. സമ്പത്ത് മാത്രമല്ല മൂലധനം എന്ന് പറയുന്നത്, അതിനുപയോഗിക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ,
അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികൾക്കുള്ള വേതനം, ഇതെല്ലാം മൂലധനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ മൂലധനം എന്ന് പറയുമ്പോൾ വാഹനങ്ങൾ മൂലധനത്തിൽ പെടുമോ എന്ന് ചോദിച്ചാൽ എന്താണ്? വാഹനങ്ങൾ മൂലധനത്തിൽ പെടും. കാരണം സമ്പത്തിനെയും ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സമ്പത്തിനെയും മൂലധനം എന്നാണ് പറയുന്നത്, വിഭവങ്ങളെയും മൂലധനം എന്നാണ് പറയുന്നത്. ഓക്കെ, സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തും വിഭവങ്ങളും. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഫാക്ടറി എന്താണ്? ഒരു ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫാക്ടറി മൂലധനമാണ്. കെട്ടിടങ്ങൾ മൂലധനമാണ്. യന്ത്രങ്ങൾ മൂലധനമാണ്. അസംസ്കൃത വസ്തുക്കൾ മൂലധനമാണ്. വാഹനങ്ങൾ, അതിനുപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനം, ഇതെല്ലാം മൂലധനത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് മൂലധനമെന്ന് അറിഞ്ഞിരിക്കുക. മൂലധനം പലവിധം. സാമ്പത്തിക മൂലധനം പണം, നിക്ഷേപം. മനുഷ്യ മൂലധനം കഴിവ്, ജ്ഞാനം. ഭൗതിക മൂലധനം യന്ത്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ. പ്രകൃതി മൂലധനം വിഭവങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ മൂലധനം പലവിധമുണ്ട്. ഏതൊക്കെയാണ്? സാമ്പത്തിക മൂലധനം, അതിൽ പെടുന്നത് പണമാണ്, നിക്ഷേപമാണ്. മനുഷ്യ മൂലധനം, മനുഷ്യനിൽ നിന്ന് നൽകുന്ന മൂലധനമാണ് കഴിവ്, അവരുടെ അറിവ്, ജ്ഞാനമൊക്കെ. ഭൗതിക മൂലധനം അതായത് യന്ത്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, കമ്പ്യൂട്ടറുകൾ, അങ്ങനെ വാഹനങ്ങൾ, ഇതെല്ലാം ഭൗതിക മൂലധനമാണ്. പ്രകൃതി മൂലധനം വിഭവങ്ങൾ, പരിസ്ഥിതി, അങ്ങനെ വരുന്നതെല്ലാം പ്രകൃതി മൂലധനം. അപ്പോൾ ഇങ്ങനെ വരുന്ന മൂലധനം തന്നെ പല വിധത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം മൂലധനത്തിൽ പെടുന്നതാണ്. സംഘാടനം. അടുത്താണ് സംഘാടനം എന്താണെന്ന്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. അപ്പോൾ ആദ്യം പറഞ്ഞ 3 ഘടകങ്ങളുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന ഘടകങ്ങൾ, ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങളാണ് ഭൂമി വേണം, തൊഴിൽ വേണം, മൂലധനം വേണം. അപ്പോൾ ആ 3 എണ്ണത്തിനെയും കൂട്ടിയോജിപ്പിക്കുന്നതാണ് സംഘാടനം. ഇതിനായി പ്രവർത്തിക്കുന്നവർ സംഘാടകർ അല്ലെങ്കിൽ സംരംഭകർ എന്നറിയപ്പെടുന്നു. ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അതിന് ആവശ്യമായ മൂലധനം സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നിവ സംഘാടനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയോജിപ്പിക്കുന്നത് എന്താണ്? സംഘാടനമാണ്. ആ സംഘാടനം ചെയ്യുന്നവർ സംഘാടകർ അല്ലെങ്കിൽ സംരംഭകർ. അതായത് ഒരു ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അത് ചെയ്യുന്നത് സംഘാടകരാണ്. അതിനാവശ്യമായ മൂലധനം സമാഹരിക്കുക സംഘാടകരാണ്. അതിന് ആ ആശയം പ്രാവർത്തികമാക്കുക, ബിസിനസ് ചെയ്യുക എന്നുള്ളത് സംഘാടകരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സംരംഭകരാണ് അത് ചെയ്യുന്നത്. ഈ ചെയ്യുന്നതിനെയാണ് സംഘാടനം എന്ന് പറയുന്നത്. ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉൽപാദനവും അതിലൂടെ ഉൽപ്പന്നവും രൂപപ്പെടുന്നത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് പ്രതിഫലം ആവശ്യമാണ്. ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉൽപാദനവും അതിലൂടെ ഉൽപ്പന്നവും. അതായത് ഭൂമി മാത്രം ഉണ്ടായ ഉൽപാദനം ഉണ്ടാവില്ല, തൊഴിൽ മാത്രം ഉണ്ടായ ഉൽപ്പന്നം ഉണ്ടാവില്ല, മൂലധനം മാത്രമാണെങ്കിൽ ഉണ്ടാവില്ല. സംഘാടനം അതായത് ആശയങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. തൊഴിലില്ല, പണം മുടക്കാൻ സാധനങ്ങളില്ല, യന്ത്രങ്ങളില്ല, വാഹനങ്ങളില്ല, ഭൂമിയില്ല, ഫാക്ടറിയില്ല. ഇതൊന്നുമില്ലെങ്കിൽ ഒരു ഉൽപ്പാദനവും നടക്കുകയില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചു വന്നാലാണ്, ഒത്തുചേർന്ന് പ്രവർത്തിച്ചാലാണ് എന്തു വരുള്ളൂ? ഒരു ഉൽപ്പന്നവും ഉൽപ്പാദനവും നടക്കുകയുള്ളൂ. ഇതിനെല്ലാം എന്താവശ്യമാണ്? പ്രതിഫലം ആവശ്യമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രതിഫലം. ഭൂമിക്ക് എന്ത് പ്രതിഫലമാണ്? ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? പാട്ടമാണ്. ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടമാണ്. തൊഴിൽ എന്ന ഉൽപ്പാദന ഘടകത്തിൻ്റെ പ്രതിഫലമാണ് കൂലി. മൂലധനം, പലിശ, സംഘാടനം, ലാഭം. ഇമ്പോർട്ടൻ്റ് ആണ്. ഉൽപ്പാദന ഘടകങ്ങളുടെ പ്രതിഫലം പറയാറുണ്ട്. ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം, തൊഴിലിൻ്റെ പ്രതിഫലമാണ് കൂലി, മൂലധനത്തിൻ്റേത് പലിശ, സംഘാടനത്തിൻ്റേത് ലാഭം. ഭൂമിയുടേത് പാട്ടം, തൊഴിലിൻ്റേത് കൂലി, മൂലധനത്തിൻ്റേത് പലിശ, സംഘാടനത്തിൻ്റേത് ലാഭം. ഇനി ഇവിടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കായികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നു. ആരാണ് ഉപയോഗിക്കുന്നത്? തൊഴിലാളിയാണ് ഉപയോഗിക്കുന്നത്. ഉൽപാദന പ്രക്രിയയിൽ മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം എന്ത്? മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം നമ്മൾ പഠിച്ചു. എന്താണ്? പലിശ. മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം പലിശ. ഉൽപാദനത്തിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്ന ഉൽപാദന ഘടകം.
ഭൗതിക സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഉൽപ്പാദന ഘടകം ഏതാണ്? സംഘാടനം. സംഘാടനം എന്ന ഉൽപ്പാദന ഘടകമാണ്. ഒരു പുതിയ ബിസിനസ് ആശയം പ്രാവർത്തികമാക്കാൻ നേതൃത്വം നൽകുന്ന വ്യക്തി ആരാണ്? സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ. സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ. ഉൽപാദന പ്രക്രിയയിൽ പാട്ടം പ്രതിഫലമായിട്ടുള്ള ഘടകം. പാട്ടം പ്രതിഫലമാവുന്നത് എവിടെയാണ്? ഭൂമി. പാട്ടം പ്രതിഫലമായി കിട്ടുന്നത് ഭൂമി. അടുത്തത് ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക്. അപ്പോൾ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. കൊച്ചു വന്ന് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ചാർട്ട് പേപ്പർ, റിബണ്, സ്കെയില്, സ്കെച്ച് പെന്ന്. എന്തൊക്കെ സാധനങ്ങൾ നോക്കിക്കേ. ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം. ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗപ്പെടുത്തലാണ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തലാണ്. എന്തിന്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. അപ്പോൾ ആ പണം മുടക്കുന്ന ആളെ പറയുന്ന പേരാണ് ഉപഭോക്താവ്. വില കൊടുക്കുകയോ വില കൊടുക്കാമെന്ന കരാറിലോ വാങ്ങുന്ന ആരാണെങ്കിലും അയാൾ ആരാണത്? ഉപഭോക്താവാണ്. നമ്മുടെ പരിസരം ഇപ്പോൾ ഗാന്ധിജിയുടെ ഒരു കോട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്, നോക്കാം. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണ്? ഉപഭോക്താവാണ്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെയാണ് ആശ്രയിക്കുന്നത്. ആ വ്യക്തി നമ്മുടെ ജോലിക്കൊരു തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. നമ്മുടെ ഇടപാടിൽ അന്യനും അല്ല, ഇടപാടിൻ്റെ ഭാഗമാണ്. ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ്. അപ്പോൾ ഉപഭോക്താവിനെ ഒരുപാട് അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയാണ്: നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഉപഭോക്താവ്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെയാണ് ആശ്രയിക്കുന്നത്. ആ വ്യക്തി നമ്മുടെ ജോലിക്കൊരു തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. നമ്മുടെ ഇടപാടിൽ അന്യനുമല്ല, ഇടപാടിൻ്റെ ഭാഗമാണ്. ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ് ചെയ്യുന്നത്. സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ് ചെയ്യുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉപഭോക്താവിനെ കുറിച്ചാണ് പറയുന്നത്. ഉപഭോക്താവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നോക്കാം. നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ ഉപഭോക്താവ് എന്ന നിലയിൽ കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈ പ്രാധാന്യവും പരിഗണനയും ലഭിക്കാറുണ്ടോ എന്ന്. ഇവിടെ നോക്കിയേ, കുറച്ച് വാർത്താ തലക്കെട്ടുകൾ. കറി പൗഡറിൽ മായം, പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. അളവ് തൂക്ക തട്ടിപ്പ്, 1 മാസത്തിനിടെ 90 ലക്ഷം പിഴയിട്ടു. വൃത്തിക്കുറവും മായം കൂടുതലും, 100-ലധികം ഹോട്ടലുകൾക്ക് പൂട്ടുവീണു. 400 കിലോ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്ത വരുമ്പോൾ നമുക്ക് ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രാധാന്യവും പരിഗണനയും ചിലയിടങ്ങളിൽ നിന്ന് കിട്ടാറില്ല. സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്? വെരി വെരി ഇമ്പോർട്ടൻ്റ്. എന്തൊക്കെയാണ് കിട്ടേണ്ടത്? ഗുണമേന്മയുണ്ടായിരിക്കണം. ഒരു സാധനം വാങ്ങുമ്പോൾ എന്തുണ്ടാകണം? ഗുണമേന്മയുണ്ടാകണം. വിൽപ്പനാനന്തര സേവനം ഉണ്ടാകണം. വിറ്റ് കഴിഞ്ഞിട്ട് കിട്ടുന്നത് എന്തായിരിക്കണം? അത് കഴിഞ്ഞിട്ടും അതിൻ്റെ സേവനം നമുക്ക് കിട്ടണം. വിശ്വാസ്യത ഉണ്ടാകണം. അളവിലും തൂക്കത്തിലും കൃത്യമായിരിക്കണം. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഉപഭോക്താവ് എന്ന നിലയിൽ കിട്ടേണ്ട സേവനങ്ങളാണ്. ഏതൊക്കെയാണ്? ഗുണമേന്മയുണ്ടാകണം, വിൽപ്പനാനന്തര സേവനമുണ്ടാകണം, വിശ്വാസ്യത ഉണ്ടാകണം, അളവിലും തൂക്കത്തിലും കൃത്യതയുണ്ടാകണം. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം, വിശ്വാസ്യത, അളവിലും തൂക്കത്തിലും കൃത്യത. ഒന്നുകൂടെ പറയാം. എന്തൊക്കെയാണ്? ഗുണമേന്മ,
വിൽപ്പനാനന്തര സേവനം, വിശ്വാസ്യത, അളവിലും തൂക്കത്തിലും കൃത്യത. ഇവിടെ കുട്ടികൾക്കൊരു വർക്ക്ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്, നോക്കാം. അടുത്തത്, ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാം. അതായത് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എന്ന് പറയുന്ന 4 നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ ഏതെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയോ ഉപഭോക്തൃ കോടതികളെയോ നമുക്ക് സമീപിക്കാം. ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിൽ ഉപഭോക്തൃ തർക്കപരിഹാര കോടതികൾ നിലവിലുണ്ട്. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിനായി ശക്തമായ നിയമങ്ങൾ, ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നിവ ആവശ്യമാണ്. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ഈ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1986. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ഇവിടെ ചെറിയൊരു കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. ജനജീവിതം മെച്ചപ്പെടണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. പ്രകൃതി വിഭവങ്ങളും മനുഷ്യാധ്വാനവും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തിയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പാദനം, മിച്ചോൽപാദനം, കൈമാറ്റ സമ്പ്രദായം, സാങ്കേതിക വിദ്യ ചെലുത്തിയ സ്വാധീനം, വിപണികളുടെ വളർച്ച എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്നു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധവും സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കുന്നു. അപ്പുറത്തെ പേജിൽ ഒരു തുടർ പ്രവർത്തനങ്ങളിലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നൊരു തുടർ പ്രവർത്തനം കൊടുത്തിരിക്കുന്നതാണ്. എന്താണെന്ന് നോക്കാം. ഭൂമി നമ്മൾ പറഞ്ഞിരുന്നു, ഉപരിതലം, പിന്നീട് ഏത് 2 ഭാഗം പറഞ്ഞു? ഭൗമാന്തരീക്ഷവും പറഞ്ഞു, ഭൗമ അന്തർഭാഗവും പറഞ്ഞിരുന്നു. പറഞ്ഞത് ഭൂമിയുടെ അന്തർഭാഗം, അവിടെയാണ് എന്ത്? പെട്രോളിയം, കൽക്കരി, ലോഹങ്ങളുള്ളത്. അപ്പോൾ ഉപരിതലത്തിൽ എന്തെല്ലാമാണ്? മണ്ണുണ്ടായിരുന്നു, ജലം, പിന്നെ വനവിഭവങ്ങൾ. ഭൂമിയുടെ അന്തർഭാഗം, ഉപരിതലം. പിന്നെയുള്ളത് ഭൗമാന്തരീക്ഷം. ഭൗമാന്തരീക്ഷത്തിൽ വായു, സൂര്യപ്രകാശം, കാറ്റ് അല്ലെങ്കിൽ കാറ്റാടിയന്ത്രം എന്നിങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു. അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നടപ്പിലാക്കിയത് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു. 1986 ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ 24. ഓർത്തിരിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. Okay, thank you. Bye.